ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ചിലിയാണ്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. അതിനുശേഷം നടക്കുന്ന മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീൽ നേരിടുക. ഇതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിനെ എന്ന് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. ആ തീയതി ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 26-ാം തീയതി ആഞ്ചലോട്ടി ഈ സ്ക്വാഡിനെ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ബ്രസീലിന്റെ ക്യാമ്പ് ആരംഭിക്കുക. ഓഗസ്റ്റ് 26-ാം തീയതി ആഞ്ചലോട്ടിയുടെ രണ്ടാമത്തെ സ്ക്വാഡ് നമുക്ക് അറിയാൻ സാധിക്കും. നേരത്തെ ഒരു തവണ അദ്ദേഹം സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനെ പരിശീലിപ്പിച്ചത് കാർലോ ആഞ്ചലോട്ടി ആയിരുന്നു. ഏതായാലും അതുകൂടാതെ ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം പിന്നീട് ബ്രസീൽ സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുക. 3 ഇന്റർനാഷണൽ ബ്രേക്കുകളാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ 6 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കും. അതിനുശേഷമാണ് വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീൽ ഇറങ്ങുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുക. ഏഷ്യൻ ടൂർ ആയിരിക്കും ബ്രസീൽ നടത്തുക. അതായത് ഒക്ടോബർ 10-ാം തീയതി സിയോളിൽ വെച്ചുകൊണ്ട് സൗത്ത് കൊറിയയെയും അതുപോലെ തന്നെ ഒക്ടോബർ 14-ാം തീയതി ടോക്കിയോയിൽ വെച്ചുകൊണ്ട് ജപ്പാനെയും ബ്രസീൽ നേരിടും. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരേണ്ടതുണ്ട്. ബ്രസീൽ ഇതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വൈകുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വേൾഡ് കപ്പിന് മുന്നേ 4 സൗഹൃദ മത്സരങ്ങൾ കൂടിയാണ് ബ്രസീലിന് കളിക്കേണ്ടി വരിക. നവംബറിൽ ആഫ്രിക്കൻ ടീംസിനെതിരെയും മാർച്ചിൽ യൂറോപ്യൻ ടീംസിനെതിരെയും ബ്രസീൽ കളിക്കും. അതിലെ എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. തീയതികളും വേദികളും ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും മികച്ച 2 ടീമുകൾക്കെതിരെ കളിക്കുക. അതിനുശേഷം യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും മികച്ച 2 ടീമുകൾക്കെതിരെ കളിക്കുക. അങ്ങനെ വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീമിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.